എല്ലാവർക്കും നമസ്കാരം. വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത നിങ്ങളെ ഈ പ്രഭാതത്തിൽ അറിയിക്കുകയാണ്. നമ്മൾ എത്ര നാൾ ഈ ഭൂമിയിലുണ്ടാകുമെന്നുള്ളതിന് യാതൊരുവിധ ഉറപ്പുമില്ല. അങ്ങനെയാണ് ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇന്ന് കാലത്ത് 6 മണിയോടുകൂടി കനകമല തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് മല കയറിപ്പോയ പന്തലുക്കാരൻ ലോനപ്പൻ ഫ്രാൻസിസ് എന്ന് പറയുന്ന നമ്മുടെ ലോനിച്ചേട്ടൻ, കൊടകരയിലെ പന്തലുകാരൻ ബിൽഡിങ്സ്, വസ്ത്രക്കട, ഇതിൻ്റെയൊക്കെ ഉടമയായിട്ടുള്ള ലോനപ്പേട്ടൻ, ആൾ എല്ലാ ദിവസവും ഇവിടെ ചാലക്കുടിയിൽ നിന്നുള്ള ആളെ സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ കൗൺസിലർ റൈസൻ ആലുക്ക, അതുപോലെ തന്നെ ഹാർഡ്വേഴ്സ് എടുക്കുന്ന പാനിക്കുളത്തിൻ്റെ ചേട്ടൻ, അങ്ങനെ ഇവരെല്ലാവരും ഈ കാലത്ത് തന്നെ മല കയറുന്നതാണ്. അതായത് ഈ കനകമല പള്ളി ചെന്ന് അവിടെ കുർബാന കണ്ടതിന് ശേഷമാണ് ഈ മല കയറുന്നത്. അപ്പോൾ ഈ ലോനപ്പേട്ടനൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇവർ റൈസൻ ചേട്ടനവരൊക്കെ മല കയറി ചെല്ലുന്ന സമയത്ത് 13ാം സ്ഥലം എത്തി കഴിഞ്ഞപ്പോൾ ഈ ലോനപ്പേട്ട അവിടെ ഇരിക്കണം കണ്ടു. അങ്ങനെ ലോനപ്പേട്ടനോട് ചോദിച്ചാൽ എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചപ്പോൾ ലോനപ്പേട്ടൻ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, നെഞ്ചുവേദന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു സ്ട്രക്ചർ മറ്റു കാര്യങ്ങളൊക്കെ എത്തിക്കാൻ നോക്കിയപ്പോൾ സ്ട്രക്ചർ അടിയിലായിരുന്നു. ഇന്നലെ ഒരാളെ സ്ട്രക്ചറിലാക്കി താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് സ്ട്രക്ചർ താഴെയായിരുന്നു. ആ സ്ട്രക്ചർ വരാനായിട്ട് ഒരു 20 മിനിറ്റ് വൈകി. അങ്ങനെ ആളെ കയറ്റി അപ്പോഴേക്കും ആൾ ഉഷാറായി. ഇവർ CPR ഇതൊക്കെ കൊടുത്തു. ആൾക്ക് തട്ടി, ആൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ആൾ വണ്ടിയുടെ താക്കോലൊക്കെ ചോദിച്ചു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ സ്ട്രക്ചർ വന്നു. സ്ട്രക്ചറിൽ ആളെ കയറ്റി ആളെടുത്ത് പോരായിരുന്നു. 5ാം സ്ഥലം എത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും സ്വല്പം വഷളായ രീതിയിലേക്ക് മാറി. അങ്ങനെ ഇവർ വീണ്ടും CPR കൊടുത്തു. 10-30 പ്രാവശ്യം CPR കൊടുത്തു. അതിനുശേഷം വീണ്ടും താഴെ എത്തി കഴിഞ്ഞപ്പോൾ ആളുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി. പിന്നെ അവിടെ നിന്ന് സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ എത്തിക്കഴിയുമ്പോഴേക്കും ആൾ മരിച്ചിരുന്നു. ഭാര്യ നീതു, 2 മക്കളാണുള്ളത്. ഒരു മോനും ഒരു മോളുമാണുള്ളത്. മോൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്, മോളുടെ പേര് മരിയ എന്നാണ് മോളുടെ പേര്. എന്തായിരുന്നാലും വളരെ വിഷമകരമായ സംഭവം. കാരണം 49 വയസ്സുള്ളൂ. പെണ്ണെ നമുക്ക് എല്ലാവർക്കും അറിയാം, കൊടകര പള്ളിയിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ പാട്ടുപാടി, ഡ്രംസ്, കലാകാരൻ, ഒരു എന്താ പറയുക, ഒരു കൂട്ടായ്മേനെ എങ്ങനെ എനർജറ്റിക് ആക്കാമെന്നുള്ളത് ലോനപ്പേട്ടനെ സംബന്ധിച്ചിടത്തോളം അധികം സമയം വേണ്ട. അദ്ദേഹത്തിൻ്റെയൊക്കെ വീഡിയോകൾ നമ്മൾ ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റയിലൊക്കെ കിടക്കണ്ടാവും. ഇത് നമുക്ക് പറഞ്ഞില്ലേ, ഇതിലുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോണയ്ക്ക് ശേഷം നമ്മുടെയൊക്കെ ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പലപ്പോഴും ഈ മല കയറുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ തന്നെ നമ്മൾ കുഴഞ്ഞു വീഴാൻ ഇതിനൊക്കെ സാധ്യതകളുണ്ട്. ആർക്കും വരാം, എത്ര ആരോഗ്യവാനെന്ന് പറയുന്ന ആളുകൾക്കൊക്കെ വരാം എന്നൊരു സംഭവമാണ്. എന്തായിരുന്നാലും പന്തലുക്കാരൻ്റെ ലോനപ്പേട്ടൻ നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സെൻറ്റ് ജെയിംസ് ആശുപത്രിയിലാണ് മൃതദേഹം. ദുഃഖകരമായിട്ടുള്ള വല്ലാത്തൊരു ദുഃഖകരമായ സാഹചര്യം. തീർച്ചയായിട്ടും ആദരാഞ്ജലികൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.